30,000 റുപ്പീസിൻ്റെ റേഞ്ചിൽ നല്ലൊരു ഓൾറൗണ്ടർ ഫോൺ എന്ന് പറയുന്നതാണ് നമ്മുടെ മോട്ടറോളയുടെ എഡ്ജ് 50 പ്രോ എന്ന് പറയുന്ന സീരീസ്. നല്ല സ്പെസിഫിക്കേഷൻ ഉണ്ട്, അത്യാവശ്യം ഡീസൻറ്റ് നല്ല രീതിയിലുള്ള സ്പെസിഫിക്കേഷനൊക്കെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല നല്ല പ്രീമിയം ഫോണിൽ വരുന്ന കുറേ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും 30,000 റുപ്പീസ് റേഞ്ചിൽ ഏകദേശം 30,000 റുപ്പീസിന് നമുക്ക് മേടിക്കാൻ പറ്റും. ബാങ്ക് ഓഫറൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 32,000 റുപ്പീസിനാണ് ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ ബിൽഡിങ് തുടങ്ങുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം മെറ്റൽ ഫ്രെയിമും വീഗൻ ലെതർ ബാക്കുമാണ്, രണ്ട് നല്ലോണം പ്രീമിയം ഫീൽ തരുന്നതാണ്. മാത്രമല്ല നമ്മളിവിടെ നോർമലി കാണുന്ന വീഗൻ ലെതറിനെക്കാട്ടും ബെറ്റർ ഫീലും കാര്യങ്ങളൊക്കെ മോട്ടോറോള കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ നോർമലി വീഗൻ ലെതർ ബാക്കൊക്കെ കാണുമ്പോൾ ഒരു ലെതർ ടെക്സ്ചർ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ടാവും. ബട്ട് ഈ ഒരു ഫോണിൽ അങ്ങനത്തെ ഒരു സംഭവം കൊടുത്തിട്ടില്ല. ഒരു സിലിക്കോൺ ഒരു മെറ്റീരിയൽ പോലെയാണ് നമുക്കിത് ഫീൽ ആവുന്നത്. അതുപോലെ തന്നെ മെറ്റൽ ബിൽഡും ആയതുകൊണ്ട് നല്ലോണം പ്രീമിയം ഫീൽ എന്തായാലും ഈ ഒരു ഫോൺ തരുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻ ആണെങ്കിലും അത്യാവശ്യം പ്രീമിയം രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ചില സ്പെസിഫിക്കേഷൻ അത്ര പ്രീമിയം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഫോണിൻ്റെ നെഗറ്റീവ്സ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫോണിൻ്റെ മെയിൻ നെഗറ്റീവ് എന്ന് പറയുന്നത് 30,000 രൂപയ്ക്കകത്ത് നമുക്ക് ഒരു കിട്ടുന്ന ഫോൺസിൻ്റെ ഒക്കെ ഉള്ള ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൻ്റെ 7th Gen 3. ഇതങ്ങനെ മോശപ്പെട്ട ഫോണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മോശപ്പെട്ട ചിപ്സെറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഈ പ്രൈസ് റേഞ്ചിലാണ് നമ്മുടെ റെഡ്മിയുടെ Note 13 Plus വരുന്നത്. ആ ഒരു ഫോണിൽ MediaTekൻ്റെ Dimensity 7200 അൾട്രയാണ്. അതിൽ നിന്നും ബെറ്റർ പെർഫോമൻസ് എന്തായാലും ഈ ഒരു ചിപ്സെറ്റ് വരും. എന്നിരുന്നാലും ഞാൻ പറയാണ്, ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഒരു ഫോണല്ല, ബട്ട് ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ കിടില തന്നെയാണ്. അപ്പോൾ ഈ ചിപ്സെറ്റ് എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവൽ പവർ ചെയ്യുന്ന ചിപ്സെറ്റാണ്. ഇതിൽ നിന്നും ബെറ്റർ പവർഫുൾ ചിപ്സെറ്റൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടും. നമ്മുടെ ഐക്യൂടെ Neo 7 Pro ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അതിലൊക്കെ ബെറ്റർ പെർഫോമൻസ് ഉണ്ട്. ഈ ഒരു ഫോൺ പെർഫോമൻസിനുള്ള ഫോണല്ല, ഒരു നോർമൽ യൂസറിന് പറ്റിയ ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ ചിപ്സെറ്റിന് എനിക്ക് വലിയ കംപ്ലയിൻറ്റ് പറയാനില്ല. മിക്ക ആൾക്കാരും ഇതൊരു നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. ബട്ട് യൂസേഴ്സിന് വെച്ച് നോക്കുകയാണെങ്കിൽ 30,000 രൂപയ്ക്ക് ഒരു നോർമൽ യൂസറിന് പറ്റിയ ചിപ്സെറ്റാണ് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7th Gen 3. പിന്നെ ആൾക്കാർ പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്, ഈ ഒരു ഫോണിൽ UFS 2.2 ആണ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഈ ഒരു ഫോണിൻ്റെ സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ചാനൽസിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ UFS 3.1 കാട്ടും, അല്ലെങ്കിൽ നമ്മുടെ OnePlus Nord CE4 UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്പർ സീരീസ് വെച്ച് നോക്കുകയാണെങ്കിൽ മോട്ടറോള എഡ്ജ് 50 Pro കാട്ടും ബെറ്റർ സ്പീഡാണ് നമ്മുടെ 25,000 രൂപ വരുന്ന OnePlus Nord CE4 വരേണ്ടത്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. ഈ UFS 2.2 വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ആക്ച്വലി നല്ലോണം പുഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആണ് ഈ ഒരു UFS 2.2 തരുന്നത്. ആക്ച്വലി 3.1 കാട്ടും പെർഫോമൻസ് എന്നും പറഞ്ഞ് 3.1 എനിക്ക് തോന്നുന്നു എനിക്ക് ഹൈ ക്വാളിറ്റി 2.2 ആയിരിക്കും യൂസ് ചെയ്തത്. ചിലപ്പോൾ ഹയർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹയർ സ്പീഡുള്ള 2.2 യൂസ് ചെയ്തുകൊണ്ട് തന്നെ 3.1 കോസ്റ്റ് തന്നെ അവർക്ക് ബെറ്റർ സ്പീഡ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് ടൈപ്പ് നമ്മൾ നോക്കാണ്ട് ഒരു ആവശ്യമില്ല. ഈ ഒരു ഫോണിൽ UFS 2.2 ആണെങ്കിലും നല്ല സ്പീഡ് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 25,000 രൂപയാണെങ്കിൽ നമ്മുടെ നേരത്തെ ഉള്ള OnePlus Nord CE4 വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഐ ബട്ടണിൽ വീഡിയോ എടുത്തേക്കാം. അപ്പോൾ ഈ ഫോണിൻ്റെ ഇത് രണ്ടുമാണ് മേജർ നെഗറ്റീവായിട്ട് പറയുന്നത്. ബാക്കി എല്ലാം തന്നെ ഈ ഒരു ഫോണിൽ കിടിലൻ തന്നെയാണ്. ക്യാമറ ഒക്കെ ആണെങ്കിലും ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിലും ബിൽഡ് ഒക്കെ ആണെങ്കിലും ഒരു കംപ്ലൈൻറ്റും ഇല്ല. ബിൽഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നല്ല പ്രീമിയമാണ്. കാരണം ആ ഒരു സിലിക്കോൺ ഫീലാണെങ്കിലും ആ ഒരു മെറ്റൽ ഫ്രെയിമൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം ഇൻ ഹാൻഡ് ഫീൽ തരുന്നതാണ്. നമ്മളിൽ മെജോറിറ്റി ആൾക്കാരും കവർ എന്തായാലും ഫോണിൽ യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ നിങ്ങൾ കേസ് ഇല്ലാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ക്യാമറാസാണ്. മോട്ടറോള പറയുന്നത് AI പവേർഡ് ക്യാമറ എന്നാണ്. അപ്പോൾ ആക്ച്വലി എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം കുറച്ച് AI ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കളേഴ്സ് അത്യാവശ്യം നല്ലതാണ്. മോട്ടറോളയുടെ ക്യാമറ ഞാൻ നോർമലി അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല, കാരണം ക്യാമറ പെർഫോമൻസ് തീരെ മോശമാണ് മിക്ക ഫോൺസിലും. ബട്ട് ഈ ഒരു ഫോണിൽ മോട്ടറോള അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറ പെർഫോമൻസ് നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പാൻറ്റോണായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പാൻറ്റോണ കളറിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയായാലും ക്യാമറ പെർഫോമൻസ് അടിപൊളിയാണ്. മെയിൻ സെൻസർ 50 മെഗാപിക്സലിൻ്റെയാണ്. അത്യാവശ്യം നല്ല സെൻസർ തന്നെയാണ്. നല്ല ക്വാളിറ്റി ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ മിക്ക വീഡിയോസിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടായിരുന്നു. പിന്നെ ഒരു അൾട്രാ വൈഡ് കൊടുത്തിട്ടുണ്ട്. നോർമലി മിക്ക സ്മാർട്ട് ഫോൺസിലും വരുന്ന പോലെ തന്നെ ഒരു 13 മെഗാപിക്സൽ അൾട്രാ വൈഡും ഒരു 10 മെഗാപിക്സലിൻ്റെ 3x ഒപ്റ്റിക്കൽ സൂമും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മാക്രോ എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അൾട്രാ വൈഡ് മാക്രോ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അതായത് 3 ക്യാമറയും ആക്ച്വലി ഫങ്ഷണൽ ക്യാമറയാണ്. അത്യാവശ്യം നല്ല മെഗാപിക്സലും ഉണ്ട്. നല്ല ക്വാളിറ്റി ഔട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ തരുന്നതാണ്. അപ്പോൾ ക്യാമറസിന് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. മാത്രമല്ല ഫ്രണ്ട് ക്യാമറയും 50 മെഗാപിക്സലാണ്. ഓട്ടോ ഫോക്കസും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ക്യാമറയിൽ. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ നല്ലതാണ്. 6.7 ഇഞ്ചിൻ്റെ ഒരു 1.5K റെസൊല്യൂഷനുള്ള 144 Hz സപ്പോർട്ട് ചെയ്യുന്ന കർവ്ഡ് POLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേയും കിടിലൻ തന്നെയാണ്. പാൻറ്റോണായിട്ട് ഇവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. കളർ
കളറും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്യുറേറ്റ് ആക്കാൻ വേണ്ടി. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നമ്മൾ ഓൺ പേപ്പർ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. 2000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസും ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഡിസ്പ്ലേ സൈഡിൽ വലിയ കംപ്ലയിൻസ് ഇല്ല. ഡിസ്പ്ലേ കൊള്ളാം, ക്യാമറ കൊള്ളാം, ബിൽഡ് നൈസ് ആണ് ഈ ഒരു ഫോണിൽ. മാത്രമല്ല ചാർജിങ്ങും കിടിലൻ തന്നെയാണ്. 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 68 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബേസ് വേരിയൻറ്റിൽ. നിങ്ങൾ ഇനി ഹയർ വേരിയൻറ്റ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 120 വാട്ട്സിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങും അവൈലബിൾ ആണ്. ആക്ച്വലി ഫോൺ 120 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ബേസ് വേരിയൻറ്റ്, അതായത് 32,000 രൂപയുടെ വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 68 വാട്ട്സ് ആയിരിക്കും ബണ്ടിൽ ചെയ്ത് കിട്ടുന്നത് ബോക്സിനകത്ത്. നമ്മൾ കൂടിയ വേരിയൻറ്റ് എടുക്കുമ്പോൾ ബോക്സിനകത്ത് നമുക്ക് 120 വാട്ട്സിൻ്റെ ചാർജറും കിട്ടും. രണ്ടും ആക്ച്വലി നല്ല ഫാസ്റ്റ് ആണ്. 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് എനിക്കറിയത്തില്ല 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജർ ആരെങ്കിലും യൂസ് ചെയ്യാറുണ്ടെന്ന്. നിങ്ങളിപ്പം 50 വാട്ട്സിന് വല്ല വയർലെസ് ചാർജറോ ഇതുപോലത്തെ ഏതെങ്കിലും ഫാസ്റ്റ് വയർലെസ് ചാർജിങ് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻസിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് എന്തായാലും ഇത്രയും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്, ഈ ഒരു 50 വാട്ട്സ് വേണ്ടായിരുന്നു, ഒരു 20 വാട്ട്സിന് വയർലെസ് ചാർജിങ് കൊടുത്തിട്ട് ആ ഒരു മണി എടുത്ത് കുറച്ചുകൂടെ ബെറ്റർ ചിപ്പിലോട്ടോ അല്ലെങ്കിൽ പേരിനെങ്കിലും UFS 3.1 ആക്കാനുള്ള ഒരു സർട്ടിഫിക്കേഷനോ കൊടുത്തിരുന്നെങ്കിൽ ബെറ്റർ ആണ്. ഞാൻ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ പറഞ്ഞാണ്. കാരണം ഫോൺ എന്ന് പറയുന്ന ആൾക്കാർ മെയിനായിട്ട് നോക്കുന്നത് സ്പെസിഫിക്കേഷനാണ്. സ്പെസിഫിക്കേഷൻ നോക്കിയാണ് മെജോറിറ്റി ഓഫ് ആൾക്കാരും വാങ്ങുന്നത്. അല്ലെങ്കിൽ വല്ല കടയിൽ പോയിട്ട് നമുക്ക് ഫോണിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ വല്ല വിവോയോ ഓപ്പോയോ തലയടിച്ച് വെച്ച് തരാറുണ്ട്. ബട്ട് അല്ലാതെ നമ്മൾ ഓൺലൈനൊക്കെ മേടിക്കുമ്പോൾ സ്പെസിഫിക്കേഷൻ നോക്കാറുണ്ട്. അപ്പോൾ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ UFS 2.2 എന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണ്. ഓൺ പേപ്പർ ആണെങ്കിലും ആക്ച്വൽ ലൈഫിൽ ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നല്ല പെർഫോമൻസ് ഉണ്ട് UFS 2.2 ആണെങ്കിലും. എങ്കിലും മെജോറിറ്റി ഓഫ് ആൾക്കാർ ഒറ്റനോട്ടം നോക്കുമ്പോൾ അത് UFS 2.2 എന്ന് പറയുന്ന ഒരു നെഗറ്റീവായിട്ട് പെട്ടെന്ന് തെറ്റിദ്ധരിക്കാം. അപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൈസയ്ക്ക് മേടിക്കാൻ പറ്റിയ ദി ബെസ്റ്റ് ഓപ്ഷനാണ് മോട്ടറോളയുടെ എഡ്ജ് 50 Pro എന്ന് പറയുന്ന വേരിയൻറ്റ്. അപ്പോൾ എൻ്റെ ഒരു സജഷനാണ് അത് 30K ഓപ്ഷൻ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഹയർ വേരിയൻറ്റ് നിങ്ങൾക്ക് സ്റ്റോറേജ് വേണം, എക്സ്ട്രാ സ്റ്റോറേജ് വേണമെങ്കിൽ ഹയർ വേരിയൻറ്റിലോട്ട് നോക്കാവുന്നതാണ്. ഹയർ വേരിയൻറ്റ്സ് എടുക്കുമ്പോൾ ആ ഒരു 120 വാട്ട്സിൻ്റെ ചാർജറും ബണ്ടിൽ ചെയ്ത് കിട്ടും. പിന്നെ ഈ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ നമുക്ക് USB Type-C 3.1 ആണ് വരുന്നത്. നമ്മുടെ 50,000 രൂപ വരുന്ന iQൻ്റെ ഫോണിലോ മിക്കവാറുള്ള നമ്മുടെ OnePlus 12Rലോ 40,000 റുപ്പീസ് വരുന്ന ഫോൺസിലൊന്നും വരാറില്ലാത്തൊരു കാര്യമാണ്. ബട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യം. അതുപോലെ തന്നെയാണ് ഫോൺ വാട്ടർ പ്രൂഫാണ്, IP68 സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ 30,000 റുപ്പീസിന് നോർമൽ ഫോണായിട്ട് നിങ്ങൾക്ക് തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ 30,000 റുപ്പീസ് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ 25,000 റുപ്പീസിനുള്ള ഫോൺസും അതിനൊക്കെ വെച്ച് നമ്മൾ കമ്പാരിസൺ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് ചെക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ഫോൺമോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.